നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ശബരിമലയുടെ തിരക്ക് നിയന്ത്രിക്കാൻ നടപടിയെടുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ക്യൂ കോംപ്ലക്സ് പ്രയോജനപ്പെടുത്തും. ഇവിടെ ഭക്തരെ ഇരുത്താനുള്ള സൗകര്യം ഒരുക്കുമെന്നും കെ ജയകുമാർ. SIR സമയക്രമം മാറ്റില്ല. ഡിസംബർ 4-നകം എന്യൂമറേഷൻ ഫോം സ്വീകരിക്കൽ പൂർത്തിയാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ. കന്യാകുമാരി കടലിനു മുകളിൽ ന്യൂനമർദ്ദം. നവംബർ 22ഓടെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പന്മന സ്വദേശി മരിച്ച സംഭവം ഈ മാസം 20-ന് ഹിയറിംഗ് നടത്തുമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയം. വേണുവിന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞാൽ മാത്രമേ ഹിയറിംഗിൽ പങ്കെടുക്കാൻ കഴിയൂ എന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമലയുടെ തിരക്ക് നിയന്ത്രിക്കാൻ നടപടിയെടുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ക്യൂ കോംപ്ലക്സ് പ്രയോജനപ്പെടുത്തും. ഇവിടെ ഭക്തരെ ഇരുത്താനുള്ള സൗകര്യം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വൃശ്ചികത്തിന്റെ 2ാം ദിവസം ശബരിമലയിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കുമെന്ന് ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ശബരിമലയിലെ 2ാം ദിവസമായ ഇന്ന് വൃശ്ചിക 2ആണ്. ഇത്രയും തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ 2ാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ്. ഇപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത്, ലോവർ തിരുമുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ്. ഇങ്ങനെ ക്യൂവിലല്ലാതെ വന്നവരെ, ഇതവര് ചന്ദ്രൻ റോഡ് വഴിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു. ക്യൂവില് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ആളുകൾ ചാടുന്നത്. അവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ആ നിൽക്കുന്നവർ ഇനി കൂടുതൽ വരാതിരിക്കാനും നോക്കാനും ഈ നിൽക്കുന്നവരെ പതുക്കെ 18-ാം പടി കയറാൻ അനുവദിക്കാനായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാനത് ചാർജ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരും. ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഇവിടെ ഫോം ചെയ്യാൻ പാടില്ലായിരുന്നു. അതെന്തുകൊണ്ട് ഫോം ചെയ്തു? ഇനി അത് വരാൻ പാടില്ല. നോക്കണം എന്തുകൊണ്ടാണെന്ന്. പമ്പയിലെത്തുന്ന ഭക്തർക്ക് വേഗത്തിൽ സന്നിധാനത്തെത്തി ദർശനം നടത്താൻ സൗകര്യമൊരുക്കും. ഈ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ള കുറച്ചു നേരമൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യും. 3, 4, 5 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വരാത്ത രീതിയിൽ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ സുഗമമായിട്ട് കയറി ഇറങ്ങണം. ദാറ്റ് മീൻസ് പമ്പയിലേക്കുള്ള എൻട്രി ആണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. അത് നിലയ്ക്കലിൽ നിർത്തണം. നിലയ്ക്കൽ ആളുകൾക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. നിലയ്ക്കലിൽ നിന്ന് പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സമയത്തിന് വലിയ കുഴപ്പമില്ലാതെ അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ ആളുകൾ നിൽക്കും. രാത്രിയൊക്കെ 4, 5 മണിക്കൂർ നിന്നവരെ എനിക്കറിയാം. അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യൂ കോംപ്ലക്സ് പ്രയോജനപ്പെടുത്താൻ നടപടി സ്വീകരിക്കും. ക്യൂ കോംപ്ലക്സിൽ ഭക്തരെ ഇരുത്താനുള്ള സൗകര്യമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്നദാനത്തിലുള്ള ക്രമീകരണങ്ങളും വേഗത്തിൽ നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്ന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് AMR അവബോധ വാരാചരണം കേരളത്തിലും. നവംബർ 18-ന് ആരംഭിച്ച ബോധവൽക്കരണം 24-ന് സമാപിക്കും. വർത്തമാനം സംരക്ഷിച്ചാൽ ഭാവി സുരക്ഷിതമാകും എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗത്തിനെതിരെ ഉടനടി നടപടി സ്വീകരിച്ചാൽ ഭാവി ആരോഗ്യകരമാക്കാം എന്ന ആശയമാണ് നൽകുന്നത്. ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗം മൂലമുണ്ടാകുന്ന ആന്റിബയോട്ടിക് പ്രതിരോധം ആർജിച്ച അണുബാധകളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുകയാണ് വാരാചരണത്തിന്റെ ലക്ഷ്യം. എല്ലാവരും അവബോധ പ്രവർത്തനങ്ങളിൽ പങ്കുചേരണമെന്ന് മന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു. ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം മൂലം അപകടകാരികളായ ബാക്ടീരിയകൾ ശക്തി പ്രാപിക്കുകയും അവയ്ക്കെതിരെ ചികിത്സ ഫലപ്രദമാകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ആന്റിബയോട്ടിക് ദുരുപയോഗം ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രതിസന്ധികളിലൊന്നായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളം ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. AMR പ്രവർത്തനങ്ങളിൽ കേരളം മാതൃകയാണെന്ന് പ്രമുഖ പരിസ്ഥിതി സംഘടനയായ സെന്റർ ഫോർ സയൻസ് എൻവയോൺമെന്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാനുള്ള കാർസാപ്പിന്റെ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടത്തിവരുന്നത്. രാജ്യത്ത് ആദ്യമായി തുടർച്ചയായ 4 വർഷങ്ങളിലും ആന്റിബയോഗ്രാം പുറത്തിറക്കി. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടഞ്ഞു. ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ 20 മുതൽ 30% വരെ കുറവുണ്ടായി. ആശുപത്രികളെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ആന്റിബയോട്ടിക് ഉപയോഗത്തെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അവബോധം പരിശോധിക്കാനായി സംസ്ഥാന തലത്തിലും എല്ലാ ജില്ലകളിലും 10 ചോദ്യങ്ങളടങ്ങുന്ന QR കോഡ് ലഭ്യമാക്കും. ഇതിലൂടെ ആന്റിബയോട്ടിക് സാക്ഷരത എത്രയെന്നും അറിയാനാകും. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു.
പവന് വില 1280 രൂപ കുറഞ്ഞ് 90,680 രൂപയും ഗ്രാമിന് 160 രൂപ കുറഞ്ഞ് 11,335 രൂപയുമായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണത്തിന്റെ വില കൂടിയും കുറഞ്ഞു നിൽക്കുകയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത് 13-നായിരുന്നു. തുടർന്നിങ്ങോട്ട് വിലയിൽ കുറവുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണ്ണവില 97,000-ൽ എത്തിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 1280 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 90,680 രൂപയായി. ഗ്രാമിന് 160 രൂപ കുറഞ്ഞ് 11,335 രൂപയുമായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണത്തിന്റെ വില കൂടിയും കുറഞ്ഞും നിൽക്കുകയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത് 13-നായിരുന്നു. തുടർന്നിങ്ങോട്ട് വിലയിൽ കുറവുണ്ടായി. ഒക്ടോബർ 21-നാണ് ഒരു പവൻ സ്വർണത്തിന് 97,000 രൂപ കടക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണ്ണവില 97,000-ലെത്തിയത്. സ്വർണ്ണവിലയിൽ ഇനിയും ചാഞ്ചാട്ടത്തിന് സാധ്യതയുണ്ട് എന്നാണ് മിക്ക സാമ്പത്തിക നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ആവശ്യക്കാർ വില കുറയുന്ന ഘട്ടത്തിൽ തന്നെ വാങ്ങുകയോ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുകയോ വേണം. ഇനിയും വില കുറഞ്ഞാലും ആ വിലയ്ക്ക് സ്വർണം കിട്ടാൻ അഡ്വാൻസ് ബുക്കിംഗ് സഹായിക്കും. ആഭരണം ആവശ്യമുള്ള പലരും പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങുന്ന രീതിയും പിന്തുടരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. ശാസ്താംകോട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ശൂരനാട്ട് തുടക്കമായി. സർഗജ്വാല എന്ന പേരിലാണ് കലോത്സവം നടക്കുന്നത്. 20-ന് കലോത്സവം സമാപിക്കും. ശാസ്താംകോട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ശൂരനാട്ട് തുടക്കമായി. സർഗജ്വാല എന്ന പേരിലാണ് കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കലോത്സവത്തിലെ പ്രധാന വേദി. കലോത്സവത്തിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ MLA നിർവഹിച്ചു. ശാസ്താംകോട്ട സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാന്ദി കുറിച്ചുകൊണ്ട് 7 വേദികളിലെ നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ അവതരിപ്പിക്കുകയും സംസ്ഥാന സ്കൂൾ കലോത്സവം അടുത്ത ജനുവരി മാസം 14-ാം തീയതി മുതൽ 18-ാം തീയതി വരെ സാംസ്കാരിക ജില്ലയായ തൃശ്ശൂരിൽ നടക്കുകയാണ്. 64-ാമത് സ്കൂൾ കലോത്സവത്തിന് തൃശ്ശൂരിൽ തുടക്കം കുറിക്കുന്നു. ഇവിടെ അടക്കം സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കം അരങ്ങൊരുങ്ങുന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. സംഘാടക സമിതി ചെയർമാൻ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര മൈതാനിൽ അടക്കം അരങ്ങേറുകയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് കൃഷ്ണകുമാർ സാർ അടക്കമുള്ള ഒരു പറ്റം അധ്യാപകരുടെ, രാജേന്ദ്ര സാർ അടക്കമുള്ള അധ്യാപകർ, HM പ്രിൻസിപ്പളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമായാണ് ഈ സ്കൂളിൽ കലോത്സവം സംഘടിപ്പിക്കുകയും ആ സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ മനോജ് കുമാർ KV സ്വാഗതം പറഞ്ഞു. കലാമേളയുടെ ഉദ്ഘാടനം ഗാനരചയിതാവും കവിയുമായ വയലാർ ശരചന്ദ്രവർമ്മ നിർവഹിച്ചു. ഡോക്ടർ K സന്ധ്യാകുമാരി, ശിഹാബ് മോൻ JA, K പ്രദീപ്, മനോജ് കുമാർ KV, C പുഷ്പകുമാർ, K കൃഷ്ണകുമാർ, P വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. 62ഓളം സ്കൂളുകളിൽ നിന്നുള്ള പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കന്യാകുമാരി കടലിന് മുകളിലായി ന്യൂനമർദ്ദം. നവംബർ 22ഓടെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും. തുടർന്നുള്ള 48 മണിക്കൂറിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാനും സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യത. നവംബർ 18, 19, 22 തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കന്യാകുമാരി കടലിന് മുകളിലായി ന്യൂനമർദ്ദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യത. തെക്കൻ ജില്ലകളിലാണ് മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. നവംബർ 22ഓടെ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും. തുടർന്നുള്ള 48 മണിക്കൂറിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. നവംബർ 19, 22 തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു.
22-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 19, 20, 21, 22 തീയതികളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകി. 19-ന് തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി പ്രദേശം, ആൻഡമാൻ കടൽ, തെക്ക് കിഴക്കൻ മധ്യകിഴക്കൻ ബംഗാൾ കടലിനോട് ചേർന്ന ഭാഗങ്ങൾ. 20-ന് ആൻഡമാൻ കടൽ, തെക്ക് കിഴക്കൻ മധ്യ കിഴക്കൻ ബംഗാൾ കടലിനോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ട്. 22-ാം തീയതി വരെ ഇത്തരത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. ന്യൂസ് ഡെസ്ക്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകി. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് സംഘടനയിലെ അംഗങ്ങൾക്കുള്ള തുക നൽകിയത്. കരുനാഗപ്പള്ളിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷനിലെ അംഗങ്ങൾക്ക് കെട്ടിവെക്കാനുള്ള തുക സംഘടന നൽകി. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് തുക നൽകിയത്. ടൗൺ ക്ലബിൽ സംഘടിപ്പിച്ച പരിപാടി കേരള മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ഈ 56 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രായമുണ്ട്. വലിയ അനുഭവ സമ്പത്തുള്ള നിങ്ങൾ അത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തുടർന്നും പെൻഷൻ മാത്രം പറ്റി ഇട്ടിരിക്കുന്ന രീതി മാറ്റി കുടുംബത്തിന് ആവശ്യകതയിലേക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ആവശ്യകതയിലേക്ക് ഇടപെടുകയാണെന്ന്. രണ്ട്, നമ്മുടെ സമൂഹത്തിൽ ഞാൻ പറഞ്ഞ ആശയങ്ങളിൽ ആകൃഷ്ടരായ അതിൻ്റെ ഒരു മാനസികാവസ്ഥയുള്ള നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള സാമൂഹ്യ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടണം. വലിയ അനുഭവസമ്പത്ത് നിങ്ങൾക്കുള്ള അനുഭവസമ്പത്ത് വ്യത്യസ്തമായ എല്ലാ സ്വഭാവവിശേഷങ്ങളുമുള്ള ഈ സമൂഹത്തിലെ ആളുകളെ 10, 30, 32, 35 വർഷക്കാലം അവരോടൊപ്പം അവരുടെ ജീവിതാനുഭവങ്ങളും സമൂഹത്തിലെ അവരുടെ എല്ലാം അതെല്ലാം മനസ്സിൽ ഒരു കയ്യപ്പായി കിടക്കുന്നതിനെ അതെല്ലാം അറിയാവുന്ന നല്ല സാമൂഹ്യ ഡോക്ടർമാരാണ്. ആരോഗ്യ ഡോക്ടർമാരെയാണ് MBBS പറയുന്നത്. നിങ്ങൾ നല്ല സാമൂഹ്യ ഡോക്ടർമാരാണ്. കാരണം സമൂഹത്തിലുള്ള സകല കാര്യങ്ങളും നന്മയുടെ വശമായാലും തിന്മയുടെ വശമായാലും എല്ലാം നല്ല ബോധ്യമുള്ള അനുഭവ സമ്പത്തിന്റെ കേവലമായ നിങ്ങൾക്കുള്ള അനുഭവ സമ്പത്ത് വേറെ ആർക്കും. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ശശികുമാർ അധ്യക്ഷത വഹിച്ചു. അത് പ്രത്യയശാസ്ത്രപരമായ അച്ചടക്കമാണെങ്കിൽ അതിനേക്കുപരി അച്ചടക്കം പാലിച്ച് 10, 30, 35 വർഷവും സർവീസ് ചെയ്ത ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നിലവിലുള്ള സംഘടനാംഗങ്ങളെ കൂടുതൽ അച്ചടക്കം പാലിക്കപ്പെടുന്ന ഒരു സംഘടനയാണ് നമ്മൾ. ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം കൂടെയാണ് നമ്മൾ. ജില്ലാ സെക്രട്ടറി കെ മഹേഷൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി കെ രാജൻ കെട്ടിവെക്കാനുള്ള തുക വിതരണം ചെയ്തു. കരുനാഗപ്പള്ളി മേഖല എക്സിക്യൂട്ടീവ് അംഗം KJ സിദ്ദിഖ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ A റഷീദ്, CD സുരേഷ്, A രാജേന്ദ്രൻ, ജില്ലാ ട്രഷറർ R ദിലീപ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് T തങ്കപ്പൻ, കരുനാഗപ്പള്ളി മേഖലാ പ്രസിഡന്റ് S സോഹൻലാൽ, മേഖലാ വൈസ് പ്രസിഡന്റ് പ്രസന്നൻ വേളൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കുണ്ടറ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കൊല്ലം DDE ലാൽ KI ഉദ്ഘാടനം നിർവഹിച്ചു. കുണ്ടറ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കൊല്ലം DDE ലാൽ KI ഉദ്ഘാടനം നിർവഹിച്ചു. ഇളമ്പള്ളൂർ KGV ഗവൺമെന്റ് UP സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ B ശശിധരൻ പിള്ള, പ്രഥമാധ്യാപിക V ഗീത, സൂസമ്മ മാമച്ചൻ, ആശ കൊച്ചയ്യം, U ബിനീഷ്, സംഘാടക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പന്മന സ്വദേശി മരിച്ച സംഭവം ഈ മാസം 20-ന് ഹിയറിംഗ് നടത്തുമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയം. നേരത്തെ 18-ന് ഹിയറിംഗ് നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും സന്ദേശം ലഭിച്ചത് 18-ന് ഉച്ചയ്ക്ക് ശേഷമാണ്. മരിച്ച വേണുവിന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞാൽ മാത്രമേ ഹിയറിംഗിൽ പങ്കെടുക്കാൻ കഴിയൂ എന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു. മാം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമുക്കൊരു ആചാരമില്ലേ, 16 കഴിയാൻ ഞാൻ എങ്ങനെ ഇറങ്ങും? വെള്ളിയാഴ്ചയാണ് 16. അത് മാത്രമല്ല ഈ ഒരു ഡേ അല്ല, വെള്ളിയാഴ്ചയാണ് 16. ആ
സാറിനോട് പറയണം. അത് മാത്രമല്ല ഇപ്പം ഈ അയച്ച കത്ത് പോലും ഞാൻ ഇപ്പോഴാണ് സൈൻ ചെയ്ത് വാങ്ങിച്ചത്. എനിക്ക് ഇപ്പോഴാണ് അത് കിട്ടിയത്. ഞാൻ നവംബർ 5 പന്മന സ്വദേശി വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. മതിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് വേണു മരിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു. തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് ഒടുവിലാണ് മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയം ഹിയറിംഗ് നടത്താൻ തീരുമാനിച്ചത്. ഹിയറിംഗ് നടത്താൻ നേരത്തെ തീയതി അറിയിച്ചിരുന്നെങ്കിലും സഞ്ചയന ചടങ്ങുകൾക്ക് ശേഷം മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ എന്ന് വേണുവിൻ്റെ ഭാര്യ സിന്ധു അറിയിച്ചിരുന്നു. പിന്നീട് 18 തീയതി ഹിയറിംഗ് നടത്താൻ ബന്ധപ്പെട്ടവർ അറിയിച്ചു. എന്നാൽ ഈ അറിയിപ്പ് 18 തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് സിന്ധുവിന് ലഭിച്ചത്. ഇമെയിലായി സന്ദേശം അയച്ചു എന്ന് ഇവർ പറഞ്ഞെങ്കിലും ഇത് വിളിച്ചു പറയുവാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായില്ല എന്ന് സിന്ധു ചൂണ്ടിക്കാട്ടി. 18 ഉച്ചയ്ക്ക് ശേഷമാണ് ഹിയറിംഗ് മാറ്റിവെച്ചതായുള്ള സന്ദേശം ഇവർക്ക് പോസ്റ്റിൽ ലഭിക്കുന്നത്. 20 തീയതിയിലേക്കാണ് ഹിയറിംഗ് മാറ്റിവെച്ചിട്ടുള്ളത്. ഹിയറിംഗിനായി എത്തിച്ചേരേണ്ട സ്ഥലം 20 മുമ്പ് ഫോൺ മുഖാന്തരം അറിയിക്കുമെന്ന് പുതിയ അറിയിപ്പിൽ പറയുന്നു. എൻ്റെ അടുത്ത് എനിക്ക് സ്പീഡ് പോസ്റ്റ് വന്ന ഡേറ്റ് എന്നാൽ 18 തീയതി 12 മണിക്ക് വരുമെന്നാണ് എനിക്ക് കത്ത് കിട്ടിയിട്ടുള്ളത്. ഇന്ന് 12:45 അവരെ കാണാത്തതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചപ്പോൾ അവരാരും ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. പിന്നീട് ഞാൻ 1:05 ഇവിടുന്ന് സ്പീഡ് പോസ്റ്റിൽ പോസ്റ്റ് വുമൺ ഇവിടെ കൊണ്ടുവന്ന് കത്ത് തരുന്നത് ഞാൻ കൈപ്പറ്റുന്നതും. പിന്നീട് അവിടുത്തെ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇമെയിലിൽ ലെറ്റർ അയക്കാനും എൻ്റെ നമ്പറാണ് ഞാൻ അവിടെ കൊടുത്തിട്ട് എന്നെ ഇതുവരെ ആരും കോൺടാക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടർക്ക് എന്തോ ഒരു മരണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാമെന്ന് എന്നാണ് റീസൺ പറഞ്ഞത്. ഇനി എന്താണെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല ഞാൻ ചോദിച്ചു എൻ്റെ വസതിയിലാണോ വരുന്നത് ചോദിച്ചപ്പോൾ അതല്ല, ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനത്തിലായിരിക്കും വരുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും ഒരു മരണം സംഭവിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു അന്വേഷണം ഉണ്ടായിട്ടുമില്ല. പിന്നെ അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഡേറ്റ് മാറ്റിയിട്ട് അത് നേരത്തെ അറിയിച്ചിട്ടുമില്ല. അതുപോലെ അവിടുന്ന് ഓഫീസിൽ നിന്ന് 15/11/2025 ഈ കത്ത് അവർ ചെയ്തിരിക്കുക. എന്നിട്ട് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ എത്തിയിരിക്കുന്നത് 17/11/2025 18 തീയതി അവർ ഹിയറിങ്ങിന് വരാം എന്ന് പറഞ്ഞ് 12 മണിക്ക് ഹിയറിങ്ങിന് വരാം എന്ന് പറഞ്ഞിട്ട് 1:05 ഇവിടെ പോസ്റ്റ് ഓഫീസിൽ ഇവിടെ എന്നെ ഏൽപ്പിച്ചത്. ഞാൻ 1:05 ഞാൻ സൈൻ ചെയ്ത് വാങ്ങിച്ചത് ഈ ലെറ്റർ. ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി ഫോണിൽ നേരിട്ട് ഇക്കാര്യം സിന്ധു വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരും വിളിച്ചു? ഇതുവരെ വിളിച്ചില്ലല്ലോ സാറേ. ഇല്ല ഇല്ല. ഇതുവരെ എന്നെ വിളിച്ചില്ല. സാറാണ് ഇപ്പൊ എന്നെ വിളിക്കുന്നത്. ഇല്ല. അപ്പോൾ അത് അപ്പം തന്നെ അവർ മാറ്റി 20 തീയതി അറിയിച്ചിട്ടുണ്ട്, ഫോണിൽ അറിയിച്ചിട്ടുണ്ട്, രേഖാമൂലം അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. രേഖാമൂലം അയച്ചത് ഇപ്പോഴാണ് ഞാൻ കൈപ്പറ്റിയത്. ഒപ്പിട്ട് ഞാൻ വാങ്ങിച്ചത് ഇപ്പോഴാണ്. ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് അവർ അറിയിച്ചിട്ടുണ്ട്. സാറേ അവര് അത് മാത്രമല്ല ഫോണിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അവര് പറഞ്ഞു. അല്ല എന്റെ ഫോൺ എനിക്കറിയില്ല, വേറെ നമ്പർ നിങ്ങളെ കൊടുത്തു കാണാം. ആ നമ്പറിലാണ് അവർ വിളിച്ച് പറഞ്ഞിട്ടുള്ള സെക്ഷൻ. അവരത് വ്യക്തമായിട്ട് അവർ വിളിച്ച് പറഞ്ഞതും എല്ലാം അവരുടെ കയ്യിലുണ്ട്. മരണാനന്തര ചടങ്ങുകൾ പൂർത്തീകരിച്ചാൽ മാത്രമേ തനിക്ക് എത്താൻ കഴിയൂ എന്ന് മെഡിക്കൽ ഓഫീസറോടും സിന്ധു വ്യക്തമാക്കി. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനാൽ അവിടെയും പോകേണ്ടതുണ്ട്. ഇതെല്ലാം ക്രമപ്പെടുത്തി മാത്രമാണ് ഹിയറിംഗിൽ പങ്കെടുക്കാൻ കഴിയുക. ചെറിയ ജോലി മാത്രമുള്ള തനിക്ക് മക്കളുടെ സുരക്ഷ പ്രധാനപ്പെട്ട കാര്യമാണെന്നും സിന്ധു പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് എന്താണെങ്കിലും നേരെ 100% ഉറപ്പുള്ള ഒരു റീസൺ എനിക്ക് കിട്ടിയിരിക്കണം. എനിക്ക് എൻ്റെ മക്കളെ വളർത്തിയേ പറ്റൂ. ഇത് ഇങ്ങനെ അട്ടിമറിക്കാൻ പറ്റത്തില്ല, സമയം കളയാനുമില്ല. കാരണം ഞാനൊരു ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്ന കൂട്ടത്തിലാണ്. എനിക്ക് എൻ്റെ മക്കളെ വളർത്തിയേ പറ്റൂ. ഇതിന് വേണ്ടി ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 20 തീയതിയാണ് പറഞ്ഞത്. ഇനി വീണ്ടും 2 ദിവസം മാറി വീണ്ടും. അതുകൊണ്ട് എനിക്ക് എന്താണെന്ന് 16 കഴിയാതെ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. എനിക്ക് തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ ജോയിൻ ചെയ്തേ പറ്റൂ. ഞാനൊരു പ്രൈവറ്റ് സ്കൂളാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് പോർഷൻസ് ഒക്കെ തീർക്കാനുണ്ട്. എനിക്ക് 16 കഴിഞ്ഞിട്ട് എനിക്ക് സ്കൂളിൽ പോവുകയും വേണം. വീണ്ടും ഈ ഒരു ഡേറ്റ് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇത് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവർ വന്ന് അന്വേഷിച്ച് അതിൻ്റെ റീസൺ കണ്ടെത്തിയേ പറ്റൂ. ന്യൂസ് ബ്യൂറോ, ചവറ. 7 മാസം മുമ്പ് കോൺക്രീറ്റ് ചെയ്ത റോഡ് പൈപ്പ് സ്ഥാപിക്കാനായി കുഴിക്കുന്നു. പുനലൂർ വാളക്കോട് പശുമല ജംഗ്ഷൻ വഴി കടന്നുപോകുന്ന റോഡാണ് പൈപ്പ് ഇടാനായി കുഴിക്കുന്നത്. ഇതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. പുനലൂർ നഗരസഭയിലെ വാളക്കോട് ജംഗ്ഷനിൽ നിന്നും പശുമല ജംഗ്ഷൻ വഴി 12 ഏക്കറിലേക്ക് പോകുന്ന റോഡ് 7 മാസങ്ങൾക്ക് മുമ്പാണ് കോൺക്രീറ്റ് ചെയ്തത്.
ഈ റോഡാണ് പൈപ്പ് സ്ഥാപിക്കാനായി വാട്ടർ അതോറിറ്റി ഇപ്പോൾ കുഴിക്കുന്നത്. ഹൈജാക്കർ ഉപയോഗിച്ച് റോഡിന്റെ വശങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. MLA ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത്. ഞാൻ നിൽക്കുന്നത് പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ വാളക്കോട് ജംഗ്ഷനിൽ നിന്നും 12 ഏക്കറിലോട്ട് പോകുന്ന റോഡിലാണ് നിൽക്കുന്നത്. ഏകദേശം 7 മാസത്തിന് മുമ്പ് ഈ റോഡ് ഭംഗിയായിട്ട് കോൺക്രീറ്റ് ചെയ്ത് തീർന്നിരുന്നു. 7 മാസം തികയുന്നതിന് മുമ്പ് വാട്ടർ അതോറിറ്റിക്ക് ഈ സൈഡ് പൊളിച്ച പ്രകാരം കുടിവെള്ള പൈപ്പുകൾ പൊട്ടുകയും ജലം പാഴാവുകയും ചെയ്യുകയാണ്. ഏകദേശം കുന്നും പ്രദേശമായ ഈ ദേശത്ത് ഉണക്കത്ത് കുടിവെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്. ഇതുപോലെ തന്നെ ഒരു സാഹചര്യമാണ് നമ്മുടെ അപ്പുറത്തെ കലയനാട് വാർഡിൽ നിന്നും 12 ഏക്കറിലോട്ട് പോകുന്ന വഴിയിൽ. അത് മൊത്തം പൈപ്പ് ഇടാനായിട്ട് കുഴി തോണ്ടുകയും അവർ അത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് ചെയ്ത് തരാമെന്നാണ് പറയുന്നത്. പക്ഷേ അവർ ഇതുവരെ അത് കോൺക്രീറ്റ് ചെയ്തില്ല. നിർബന്ധം സഹിക്കാതെ 3-4 വീടുകൾക്ക് ഫ്രണ്ടിൽ മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ റോഡ് അതിമനോഹരമായിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഇവർ ചെയ്തു തരാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് മുനിസിപ്പാലിറ്റിക്കാർ അറിഞ്ഞിട്ടില്ല, വാർഡ് കൗൺസിലർമാർ അറിഞ്ഞിട്ടില്ല ഈ സംഭവം ചെയ്യുന്നതെന്ന് അവരോട് ചോദിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ്. ഇത് ഏകദേശം 7 മാസത്തിന് മുമ്പ് ഈ പൈപ്പ് ഇടാവുന്ന കേസുകളേ ഉള്ളായിരുന്നു. ഇതെല്ലാം കഴിയുമ്പോഴാണ് ഇവിടുത്തെ സിസ്റ്റം തകരാറെന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് ഈ പണികളെല്ലാം കഴിഞ്ഞിട്ട് കുഴിയെടുക്കുക. അത് ഒരു രീതിയിലും സഹിക്കാൻ പറ്റാത്ത കാര്യമല്ല. കാര്യം ഈ ജനങ്ങളോട് ചെയ്യുന്ന ഇത് കാര്യം പറഞ്ഞാൽ എത്ര ലക്ഷം രൂപ 10 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്തതാണ് ഈ റോഡ്. ഇപ്പോൾ ആ സ്റ്റേജ് കാണുമ്പോൾ മഴ വരുമ്പോൾ ഇറക്കമായതുകൊണ്ട് വെള്ളം കുത്തി ഒലിച്ചുകൊണ്ട് ഇത് മൊത്തം വീണ്ടും പഴയതിൻ്റെ ബാക്കിയായിട്ട് മാറും. 7 മാസം മുമ്പ് മാത്രം നിർമ്മിച്ച റോഡ് പൈപ്പിടാനായി കുഴിക്കുന്നതിനെതിരെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. മാർച്ച് മാസം അവസാനത്തെ ആഴ്ചയിൽ കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. ഈ റോഡിൻ്റെ 2 സൈഡിലും നേരത്തെ ചാലായിരുന്നു. ആ ചാല് കവർ ചെയ്തിട്ടാണ് 2 സൈഡിലും കോൺക്രീറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് മാർച്ചിൽ കോൺക്രീറ്റ് ചെയ്ത റോഡ്. ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വാട്ടർ അതോറിറ്റിക്കാർ വന്നിട്ട് ഈ റോഡ് മുണ്ടേക്ക് കുഴിയെടുക്കുകയാണ്. ഞാൻ മുനിസിപ്പൽ കൗൺസിലറെ വിളിച്ചു, കൗൺസിലർ അറിഞ്ഞില്ല. മുനിസിപ്പൽ ഓഫീസിൽ ഞാൻ തിരക്കി, മുനിസിപ്പൽ ഓഫീസിലും ആരും അറിഞ്ഞിട്ടില്ല. ഇത് ആരുടെ കൺസേൺ വാങ്ങിച്ചിട്ടാണ് ഈ റോഡ് പണിയുന്നതെന്നുള്ളത് മുനിസിപ്പാലിറ്റിക്കും അറിയില്ല, കൗൺസിലർക്കും അറിയില്ല. ഈ റോഡ് പഴയ സ്ഥിതിയിലാക്കി തരാൻ മുനിസിപ്പൽ കൗൺസിൽ ഇടപെടണം, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപെടണമെന്ന് മാത്രമേ നാട്ടുകാരെന്നുള്ള രീതിയിൽ എനിക്ക് പറയാം. കലയനാട് ചൈതന്യ സ്കൂൾ വഴി 12 ഏക്കറിലേക്കുള്ള റോഡ് പൈപ്പിടാൻ വേണ്ടി കുഴിച്ചിട്ട് ഇതുവരെയും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ഈ സ്ഥിതി തന്നെ നിലവിലെ റോഡിനും ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഉത്തരാവാദ കേസ് വെള്ളിത്തിരയിലേക്ക്. രാജകുമാരി എന്ന് പേരിട്ട ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ നടി മഞ്ജു വാര്യർ പുറത്തിറക്കി. നവാഗതനായ ഉണ്ണിദാസ് കുടത്തിൽ തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം നല്ല സിനിമ പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിക്കുന്നത്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഉത്തരാവാദ കേസാണ് വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. രാജകുമാരി എന്ന് പേരിട്ട ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ നടി മഞ്ജു വാര്യർ പുറത്തിറക്കി. നവാഗതനായ ഉണ്ണിദാസ് കൂടത്തിൽ തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം നല്ല സിനിമ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഫറാസ് മുഹമ്മദ്, ഫഹദ് സിദ്ദീഖ്, ഫയാസ് മുഹമ്മദ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. സിനിമയിൽ നിന്നും അകന്നു പോകുന്ന സ്ത്രീ പ്രമേയത്തിന് പ്രാധാന്യം നൽകുന്നതാണ് ചിത്രമെന്ന് അണിയറക്കാർ പറഞ്ഞു. വലിയ സ്വപ്നങ്ങളുമായി വിവാഹിതയായി പുതിയൊരു തറവാട്ടിലേക്ക് കടന്നുവരുന്ന ജാനകി എന്ന പെൺകുട്ടിയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം. ജോസഫ് എന്ന സിനിമയിലൂടെ ശ്രദ്ധേയയായ ആത്മീയയാണ് നായിക കഥാപാത്രമായ ജാനകിയെ അവതരിപ്പിക്കുന്നത്. പുതുമുഖം ഫഹദ് സിദ്ദീഖാണ് ചിത്രത്തിലെ നായകൻ. ശ്രീജിത്ത് രവി, സെന്തിൽ കൃഷ്ണ, കുടച്ചനാട് കനകം, വീണ നായർ, രാജേഷ് കണ്ണൂർ, ഋതുമന്ത്ര എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. 2020 കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ ഉത്ര എന്ന യുവതി പാമ്പുകടിയേറ്റ് മരിക്കുന്നത്. മാനസിക വെല്ലുവിളി നേരിട്ടിരുന്ന ഉത്രയെ ഭർത്താവ് സൂരജ് ആസൂത്രിതമായി കൊലപ്പെടുത്തുകയായിരുന്നു. കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ അന്വേഷണമാണ് കേസിൽ നടന്നത്. പ്രതി സൂരജ് ഇപ്പോൾ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണം പൂർത്തിയാക്കാൻ 4 ദിവസം മാത്രം ബാക്കി. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഇനി നാട്ടുപൂരം. SIR സമയക്രമം മാറ്റില്ല. ഡിസംബർ 4-നകം എന്യൂമറേഷൻ ഫോം സ്വീകരിക്കൽ പൂർത്തിയാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫോം അപ്ലോഡ് ചെയ്യുന്നതിലെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ വൈഫൈ സൗകര്യമുള്ള ഇടങ്ങൾ സജ്ജമാക്കണമെന്ന് കളക്ടർമാർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി. SIR-നെതിരായ പ്രതിഷേധം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കിലെടുക്കില്ല. സമയക്രമം മാറ്റില്ല. ഡിസംബർ 4-നകം എന്യൂമറേഷൻ ഫോം സ്വീകരിക്കൽ പൂർത്തിയാക്കണം. ചില BLOമാർ ജോലി പൂർത്തിയാക്കിയെന്ന് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഫോം അപ്ലോഡ് ചെയ്യുന്നതിലെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ വൈഫൈ സൗകര്യമുള്ള ഇടങ്ങൾ സജ്ജമാക്കണമെന്ന് കളക്ടർമാർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ.
വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയും വരെ SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകാണ് കോടതിയെ സമീപിച്ചത്. തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണെന്നും ഡിസംബർ 21 വരെ വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്നും കേരളം ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണെന്നും ഡിസംബർ 21 വരെ വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്നും കേരളം ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. SIR-ഉം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികളും ഒരുമിച്ച് നടത്തുന്നത് ഭരണ സംവിധാനം സ്തംഭിക്കുന്നതിന് കാരണമാകുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. SIR-നെതിരെ ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഇന്ന് സുപ്രീം കോടതിയെ സമീപിക്കും. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. പുനലൂർ നഗരസഭാതല കൺവെൻഷനാണ് നടന്നത്. പുനലൂർ നഗരസഭയിൽ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. പുനലൂർ രാജരോഹിണി ഹാളിലായിരുന്നു കൺവെൻഷൻ. ജോർജ് മാത്യു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അതിനെല്ലാം പൂർണ്ണമായി 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആവേശകരമായ അനുഭവത്തിലായിരിക്കും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കെ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കെ പുഷ്പലത, VP ഉണ്ണികൃഷ്ണൻ, കെ ധർമ്മരാജൻ, ഷൈൻ ബാബു, SM ഷെരീഫ്, KK ബാബു, കുതിരച്ചിറ രാജശേഖരൻ, റിച്ചാർഡ് പുനലൂർ, രാജൻ പിള്ള, രാജേഷ് ചാലിയക്കര, P സജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമലയുടെ തിരക്ക് നിയന്ത്രിക്കാൻ നടപടിയെടുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. ക്യൂ കോംപ്ലക്സ് പ്രയോജനപ്പെടുത്തും. ഇവിടെ ഭക്തരെ ഇരുത്താനുള്ള സൗകര്യം ഒരുക്കുമെന്നും K ജയകുമാർ. SIR സമയക്രമം മാറ്റില്ല. ഡിസംബർ 4-നകം എന്യൂമറേഷൻ ഫോം സ്വീകരിക്കൽ പൂർത്തിയാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ. കന്യാകുമാരി കടലിനു മുകളിൽ ന്യൂനമർദ്ദം. നവംബർ 22ഓടെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പന്മന സ്വദേശി മരിച്ച സംഭവം ഈ മാസം 20-ന് ഹിയറിംഗ് നടത്തുമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയം. വേണുവിന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞാൽ മാത്രമേ ഹിയറിംഗിൽ പങ്കെടുക്കാൻ കഴിയൂ എന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.